Hi guys, welcome back to my YouTube channel. So, I think after ages I'm back എന്ന് വേണമെങ്കിൽ പറയാം. കാരണം യൂട്യൂബിൽ ഒരു വീഡിയോ എടുക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എൻ്റെ ലൈഫ് എനിക്ക് ഡോക്യുമെൻ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിനൊക്കെ എനിക്ക് ഒരു സമയം കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റാറില്ല. എൻ്റെ എല്ലാ യൂട്യൂബ് ചാനലിലും ഞാൻ പറയുന്നത് എൻ്റെ വർക്ക് ലൈഫ് എന്താ പറയുക, ഇതൊക്കെ എനിക്ക് പറയാറുള്ളൂ. അപ്പോൾ എപ്പോഴും ആ ഒരു കണ്ടന്റ് തന്നെ ഇട്ടിട്ട് വെറുപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഒരു ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഇത് എൻ്റെ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ആക്ച്വലി ഒരു ഇൻ്റർനാഷണൽ ട്രാവൽ ആണെങ്കിലും ഇതൊരു സെക്കൻഡ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ഇപ്പോൾ UK എന്ന് പറയുന്ന ഒരു ട്രിപ്പായിട്ട് കാണാനില്ല. പക്ഷേ ഇതിന് മുന്നേ ഞാൻ ഒരു 1 year ബാക്ക് ഞാൻ ദുബായിക്ക് പോകുന്നുണ്ട്. അതിനുശേഷം ഇപ്പം ഞങ്ങളിതാ ഒരു ഇസ്താൻബുൾ, അതായത് ടർക്കിയിൽ നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഐ എം സോ മച്ച് എക്സൈറ്റഡ്. അത് എൻ്റെ ഫേസിൽ കാണാനുമുണ്ട്. എനിക്കിങ്ങനെ തുള്ളിച്ചാടണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും അവിടെ എത്തട്ടെ, നമുക്കറിയില്ലല്ലോ എന്തൊക്കെ തടസ്സങ്ങളാണ് വരുന്നതെന്ന്. ഏതൊരു കാര്യമാണെങ്കിലും അത് നടന്നതിന് ശേഷം മാത്രമല്ലേ നമുക്കത് റിവീൽ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 7 മണിക്കാണ് ഫ്ലൈറ്റ്. ഒരു 2 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക. സ്റ്റാൻസ്റ്റഡിൽ നിന്നായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗെറ്റ് റെഡി ആയി, ഞങ്ങൾ യൂബർ പിടിക്കുന്നു, ഞങ്ങളിതാ ട്രാവൽ ചെയ്യുന്നു, ഞങ്ങൾ എയർപോർട്ടിൽ എത്തുന്നു. അങ്ങനെ അവിടെ എത്തി. ഞാനായിരുന്നു ഫസ്റ്റ് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പോയത്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഓരോ ഡീറ്റെയിൽസ് ഇങ്ങനെ അവർ വെരിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഷെയർ കോഡ് എവിടെ, ടർക്കി വിസ കാണിക്കുന്നു, ടർക്കി വിസയിൽ ഷെയർ കോഡ് എവിടെ. അപ്പോൾ ഷെയർ കോഡ് ഇല്ല, ആ സാധനം അതിൽ ആഡ് ചെയ്തിട്ടില്ല. ഞങ്ങൾ പകരം പാസ്പോർട്ട് നമ്പറാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ പറഞ്ഞു ഈ വിസ വാലിഡ് ആവത്തില്ല, ഇത് ഇൻവാലിഡ് വിസയാണ്, ഈ വിസയായിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. നമ്മൾ ഒരുപാട് പൈസയൊക്കെ സ്പെൻഡ് ചെയ്ത് ഏകദേശം അറൗണ്ട് കുറച്ച് പൈസയൊക്കെ പൊട്ടിച്ചിട്ട് തിരിച്ചു പോകുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ വയ്യ. പെട്ടെന്ന് ഞങ്ങളിൽ ആരോ ഒരാൾ ചോദിച്ചു, ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യട്ടെ. എന്നാലും ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു. കാരണം ഓൾറെഡി ഞങ്ങളുടെ പേർക്കൊരു വിസയുണ്ട്, നമ്മളത് വെച്ച് ട്രാവൽ ചെയ്തിട്ടില്ല. വീണ്ടും ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അത് റിജക്ഷൻ വരുമോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് 1 hour ടൈമേ ഉള്ളൂ. 5 മണിയാകുമ്പോൾ, വെളുപ്പിന് 5 മണി, അതായത് 5 AM ചെക്ക് ഇൻ ക്ലോസ് ചെയ്യും. അപ്പോഴത്തേക്ക് അതിനുള്ളിൽ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് വിസ കൈ കിട്ടണം. പിന്നെ ഞങ്ങൾ അവിടെ മാറി നിന്ന് അവരുടെ അടുത്ത് ഡൗട്ട് ചോദിച്ച് ഇതൊക്കെ തന്നെയല്ലേ എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അല്ലേ സബ്മിറ്റ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ ഒന്നും കൂടി വെപ്രാളപ്പെട്ട് ഒരു ഡബിൾ വെരിഫിക്കേഷൻ ചെയ്യാതെ ഞങ്ങളെല്ലാം ഇങ്ങനെ വെപ്രാളത്തിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു. ലക്കിലി നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് അപ്പം തന്നെ നമുക്ക് വിസ കിട്ടി, അപ്രൂവ്ഡായി. പിന്നെ അവർ നല്ല സപ്പോർട്ടായിരുന്നു. അവിടെ ചെക്ക് ഇൻ കൗണ്ടറിൽ നിന്ന് ആ ഒരു ലേഡി നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അവർക്കും ഹാപ്പിയായി. നമ്മളെ ആ ഒരു വെപ്രാളവും, കാരണം ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവർക്ക് സന്തോഷമായി. നമ്മൾ അപ്പം തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടി. പിന്നെ ഞങ്ങളങ്ങ് പോയി. പിന്നെ അവിടെ നമുക്ക് ആ ചെക്ക് ഇൻ കൗണ്ടർ മാത്രമല്ല, പിന്നെ സെക്യൂരിറ്റി ചെക്ക്, അത് കഴിഞ്ഞിട്ട് പിന്നെയും ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ചെക്ക് ഇൻ, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാനാ, എല്ലാം ഒരു ഹാർട്ട് ബീറ്റ് തന്നെയാണ്, ഹാർട്ട് ബീറ്റിംഗ് മൊമെൻ്റാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളവിടെ എത്തി. അത് കഴിഞ്ഞ് പിന്നെ ഇസ്താൻബുൾ, അങ്ങനെ ഞങ്ങൾ എങ്ങനെയോ ലക്ലി അവിടെ അങ്ങ് എത്തിച്ചേർന്നു. ഇസ്താൻബുൾ എത്തിയതിന് ശേഷം പിന്നെ അവിടെ നിന്ന് നമുക്ക് അടുത്ത ഇമിഗ്രേഷനും കൂടി ആകുമ്പോഴത്തേക്കും എന്താ പറയാനാ, എനിക്ക് എത്രയൊക്കെ തന്നെ നമ്മൾ വെരിഫിക്കേഷൻ കഴിഞ്ഞെത്തിയാലും ആ ഒരു ടെൻഷൻ എന്ന് പറയുന്നത്, ആ ഒരു എയർപോർട്ടിൽ കയറിയാലുള്ള ഒരു ടെൻഷൻ അതൊരിക്കലും പോവത്തില്ല, എത്രയൊക്കെ തന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയ വ്യക്തികളാണെങ്കിലും. അങ്ങനെ ഫൈനലി നമ്മൾ അവിടുത്തെ വെരിഫിക്കേഷനും എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ 4 പേരും ഒരുമിച്ചായത് കൊണ്ടിട്ട് അതങ്ങനെ വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഇനി പാടില്ലല്ലോ. കാരണം ഓൾമോസ്റ്റ് ലണ്ടനിൽ വെച്ച് തന്നെ നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി, ബോധിച്ചു. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഫൈനലി ഇസ്താൻബുൾ എത്തി. അപ്പോൾ ഇതായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്ന ആ ഒരു വലിയ കഥ. ഇനി ആ കഥയൊക്കെ പോട്ടെ, ഇനി എനിക്കത് ചിന്തിക്കാൻ വയ്യ. ഞങ്ങൾക്ക് അങ്ങനെ തിരിച്ചു പോകേണ്ടി വന്നിരുന്നെങ്കിലുള്ള അവസ്ഥ. ഇതിന് മുന്നേ എനിക്ക് ദുബായ് ട്രിപ്പിലും എനിക്ക് ഈ ഒരു അവസ്ഥ എനിക്കിങ്ങനെ വന്നിട്ടുണ്ട്. വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരാളുടെ വിസ റിജക്റ്റ് ആവുന്നു, ഒരാൾക്ക് വിസ കിട്ടുന്നു. ടോട്ടലി ഇങ്ങനെ പ്രാന്ത പിടിച്ചൊരവസ്ഥയായിട്ടുണ്ട്. സോ ഇത് സെക്കൻഡ് ടൈമാണ് നമുക്ക് ഇൻവാലിഡ് വിസയായിട്ട് ഇങ്ങനെ എയർപോർട്ടിൽ വന്നിറങ്ങുന്നത്. സോ എനിവേ ഇറ്റ്സ് ഓൾ ഗോൺ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ ഐശ്വര്യമായിട്ട് ആ ഒരു ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ ഇസ്താൻബുളിലായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്ത നമ്മുടെ 3 days ട്രിപ്പ് എന്ന് പറയുന്നത്. 3 days ഈസ് ഇനഫ് ടു എക്സ്പ്ലോർ ഇസ്താൻബുൾ, റൈറ്റ്? യെസ്.
അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് നമ്മൾ ക്രൂസായിരുന്നു എക്സ്പ്ലോർ ചെയ്തത്. ക്രൂസിൽ അവിടെ ഞങ്ങൾക്ക് ആദ്യമൊക്കെ കുറച്ച് ഒരു ഇതുണ്ടായിരുന്നെങ്കിലും പക്ഷെ അത് എൻഡ് എന്ന് പറയുന്നത് അടിപൊളിയാക്കി. അതായത് ഒരു കുഞ്ഞു നിമിഷം മതി നമുക്ക് കുറച്ചൊന്ന് എൻജോയ് ചെയ്യാനായിട്ട്. അപ്പോൾ ക്രൂസിൽ പോയി ഞങ്ങൾക്ക് അവിടുത്തെ ഫുഡൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ എൻജോയ് ചെയ്തു. അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, അവിടുത്തെ ഫുഡിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ നമുക്ക് കിട്ടിയത് ഫിലോ പേസ്ട്രി ആയിരുന്നു. അവിടുത്തെ മെയിനായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും നമുക്ക് ക്രൂസിൽ കിട്ടിയത് നമുക്ക് 4 കോഴ്സസ് മീലായിരുന്നു, ഇൻക്ലൂഡിങ് അൺലിമിറ്റഡ് ഡ്രിങ്ക്സ്. പിന്നെ ഞങ്ങൾ നോൺ ആൽക്കഹോളിക് ആയിരുന്നു പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ആരും കുടിക്കാത്തത് കൊണ്ടിട്ട്, ആൽക്കഹോളിന് എഗെയിൻസ്റ്റ് ആയത് കൊണ്ടിട്ടും ഞങ്ങൾ എല്ലാവരും നോൺ ആൽക്കഹോളിക് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു വൈബ് ഈവനിങ് ആയിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വൈബ് നൈറ്റ് ആയിരുന്നു നമുക്ക് കിട്ടിയത് ഇസ്താൻബുൾ. പിന്നെ അവിടുത്തെ കുറേ ട്രഡീഷണൽ ഡാൻസ്, മ്യൂസിക് എല്ലാം എൻജോയ് ചെയ്തു. പിന്നെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം നമ്മുടെ ഇസ്താൻബുൾ ടർക്കിഷ് ബെല്ലി ഡാൻസൊക്കെ എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. അതൊരു വലിയൊരു എന്താ പറയുക, നമ്മൾ ഇങ്ങനെ വീഡിയോ കണ്ടിട്ടേ ഉള്ളൂ, പക്ഷേ അവരൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുമ്പോൾ ഇറ്റ് വാസ് ആക്ച്വലി ഗുഡ്. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ക്രൂസ് ഡേ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഡേ 1 അങ്ങനെ എൻഡ് ചെയ്തു. ഒരു ട്രാവലും പിന്നെ ആ ഡേ 1 വേസ്റ്റ് ചെയ്യാതെ തന്നെ നമ്മൾ അന്ന് ക്രൂസിലും പോയി എക്സ്പ്ലോർ ചെയ്തു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് വൺ മോർ തിങ്, ഇറ്റ് വാസ് ഫ്രീസിങ് കോൾഡ്. എന്നാലും നമുക്ക് ഫോട്ടോ മസ്റ്റാണല്ലോ, അതുകൊണ്ട് ജാക്കറ്റൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ഞാൻ ജാക്കറ്റ് എടുത്തില്ല. എനിക്കറിയാം ഇസ്താംബുൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ വെതർ എന്ന് പറയുന്നത് 13-10 ഡിഗ്രി 6-7 ഏകദേശം നമ്മുടെ ഒരു UK വെതർ തന്നെയായിരുന്നെങ്കിലും ഞങ്ങൾ ആ ഒരു ട്രിപ്പ് മോഡിലായതുകൊണ്ടിട്ട് ഞങ്ങൾ അധികം ജാക്കറ്റൊന്നും ഇല്ലാതെയാണ് ഞങ്ങൾ പോയതും. ജസ്റ്റ് ഒരു കവർ ചെയ്യാനായിട്ടൊരു ലൈറ്റായിട്ടുള്ള ഒരു ജാക്കറ്റായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് ത്രൂ ഔട്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ അത് മാത്രമേ ഞാൻ വെയർ ചെയ്യുന്നുള്ളൂ. ഞാൻ ഭയങ്കര എന്താ പറയാനാ, ഈ കുട്ടി ഉടുപ്പൊക്കെ ആയിട്ടായിരുന്നു ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോയത്. പക്ഷേ എനിക്കെല്ലാം കവർ ചെയ്യേണ്ടി വന്നു, അത്രയ്ക്ക് തണുത്തായിരുന്നു. പിന്നെ നമുക്ക് 1-2 ഫോട്ടോസ് കിട്ടുക അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. സോ അങ്ങനെ ഫസ്റ്റ് ഡേ ഞങ്ങൾ ഹോട്ടൽ റമദയിലായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. അതും ChatGPT അടുത്ത് എല്ലാത്തിനും ഞങ്ങളുടെ ഐറ്റിനറി സെറ്റ് ചെയ്ത് തന്നത് തന്നെ ChatGPT ആയിരുന്നു. അവിടെ ഞങ്ങൾക്ക് പാളിച്ച പറ്റി. ടൗൺ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഇതൊരു 20 കിലോമീറ്റർ എവേ ആയിരുന്നു. വീണ്ടും ഞങ്ങൾ ലക്ലി നമ്മൾ ഒരു ദിവസത്തേക്ക് അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യുന്ന നേരെ ഞങ്ങൾ എന്താ പറയാനാ, നേരെ ടൗൺ സെൻറ്ററിൽ നമ്മൾ Airbnb ബുക്ക് ചെയ്തു. ബട്ട് ഇവിടെ നല്ലതായിരുന്നു, ഹോട്ടലൊക്കെ നല്ലതായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഫ്രണ്ട്സായിട്ടൊക്കെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഒന്ന് വീടെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഒരു ട്രിപ്പിനൊക്കെ വരുമ്പോൾ ഒരു സ്റ്റേക്കേഷൻ മോഡ് മാറ്റിയിട്ട് ട്രിപ്പ് മോഡ് ആക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ചിലവൊക്കെ കുറയ്ക്കണമെങ്കിൽ Airbnb ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് മൂവ് ചെയ്യായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ Airbnb വീടെന്ന് പറയുന്ന. എന്ത് ക്യൂട്ടായിരുന്നു എന്നറിയാമോ ആ ഒരു വീട്, ആ ഒരു കിച്ചൺ, റൂംസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എപ്പോഴും എവിടെ എന്തെങ്കിലുമൊക്കെ ഇതേപോലെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇതുപോലെയൊക്കെ ഒരു വീട് നാട്ടിൽ വെക്കണം, ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കും. ഞങ്ങളിങ്ങനെ ഓരോ ഐഡിയാസൊക്കെ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. അത് നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ ഡേ 2 ഞങ്ങൾ ഇസ്താൻബുളിൽ മെയിനായിട്ട് നമുക്ക് ചെയ്യാനുള്ളതാണ് ഗലാട്ട ടവർ ഫോട്ടോഷൂട്ട്. ആ ഫ്ലൈയിങ് ഡ്രസ്സൊക്കെ ഇട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആയിട്ട് പിന്നെ ഞങ്ങളുടെ ഒരു വോക്കാണ്. പക്ഷെ ഞങ്ങൾ എടുത്ത ആ ഒരു വീടും Airbnb എടുത്ത വീടും ആ ഒരു ടൗൺ സെൻറ്ററും, അതായത് ഗലാട്ട ടവറിൽ നിന്ന് നമുക്കൊരു 5 മിനിറ്റ്സ് വോക്കേ ഉണ്ടായിരുന്നുള്ളൂ ഗലാട്ട ടവറിൽ നിന്ന് ഞങ്ങൾ എടുത്ത വീട്. അപ്പോൾ അങ്ങനെ ആ ഒരു ടൗൺ സെൻറ്റർ ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി നടക്കുന്ന ചില കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. യെസ്, എന്ത് ക്യൂട്ടല്ലേ കാണാൻ ആ സ്ഥലങ്ങളും. പിന്നെ അവിടുത്തെ ആ ഒരു കാർ, അത് അവിടുത്തെ ടാക്സിയാണ്, ആ യെല്ലോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഞാൻ ദുബായി പോയതിനേക്കാൾ കുറച്ചും കൂടി ഞാൻ എക്സ്പ്ലോർ ചെയ്തത് ഈ ഒരു ടർക്കി ഇസ്താൻബുൾ ട്രിപ്പായിരുന്നു. മേ ബി ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടിട്ടായിരിക്കണം.
യെസ്, ഫൈനലി നമ്മൾ ആ ഒരു ഫോട്ടോഷൂട്ട് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡ്രസ്സ് നമുക്കിപ്പോൾ പല പാക്കേജാണ്. ഇപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് തന്നെയായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഈ കാണുന്നതൊക്കെ പ്രീമിയം, കുറച്ചും കൂടി നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. പക്ഷേ എനിക്ക് അത്രയും വേണ്ടായിരുന്നു. എനിക്കുള്ളതിൽ എനിക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് മതിയായിരുന്നു. പക്ഷെ നമുക്ക് ചൂസ് ചെയ്യാം കളർ. ഇട്ട് നോക്കി ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രേ ഉള്ളൂ. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇടുക, നേരെ നമ്മൾ ഫോട്ടോഷൂട്ടിന് പോകും. പിന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മളൊരു 1 hour നമ്മൾ അവിടെ പോസ്റ്റായിരുന്നു. ഫൈനലി എനിക്ക് കാണാം അനന്തൊക്കെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ആ ഒരു വൈബിൽ നമ്മളങ്ങനെ അങ്ങ് ഇരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ടെൻഷനായിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് കുറച്ച് ക്ലൗഡിയും കൂടി ആയിരുന്നു ആ ഒരു ഡേ എന്ന് പറയുന്നത്. നമുക്കൊരു സണ്ണില്ലാതെ എന്താല്ലേ ഫോട്ടോഷൂട്ട്. പിന്നെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് ഇതായിരുന്നു. ആ ഒരു ഔട്ട്സൈഡ് ആ ഒരു വെതർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. പിന്നെ ഭയങ്കര കോൾഡ്, അതായത് ഫ്രീസിങ് കോൾഡായിരുന്നു. അത് എൻ്റെ ആ ഒരു നിൽക്കുന്ന ഒരു രീതി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഞാൻ വിറക്കുകയായിരുന്നു ആക്ച്വലി. ചിരിക്കാൻ പറയുമ്പോഴും ആ ഒരു പോസ് ചെയ്യാൻ പറയുമ്പോഴൊക്കെ അങ്ങോട്ട് അവയുടെ ബോഡി അങ്ങ് വഴങ്ങുന്നില്ല. എന്നാലും ഞാൻ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു പാക്കേജിൽ 200 ഫോട്ടോസും ഇവരൊരു 4 വീഡിയോസും എടുക്കും. അതിന് നമുക്ക് ചൂസ് ചെയ്ത് ഒരു 10 ഫോട്ടോസും 2 വീഡിയോസും ചൂസ് ചെയ്ത് കൊടുക്കാം. ഇതായിരുന്നു ഞങ്ങളുടെ പാക്കേജ്. അതെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞു. നമ്മൾ വീണ്ടും നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി. പിന്നെ ഞങ്ങളെടുത്ത Airbnb ഈ കാണുന്നത് ആ ബിൽഡിംഗ് ആണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു അത്രയും പഴക്കമുള്ള ബിൽഡിംഗ് ആയിരുന്നു. അതും ആ ഒരു പഴമയെ നമ്മൾ സ്നേഹിക്കുമല്ലോ, അത് നല്ല ഫീലായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഗലാട്ട ടവർ എന്ന് പറയുന്നത് 800 years പഴക്കമുള്ള, അതായത് വേൾഡിലെ തന്നെ ഓൾഡസ്റ്റ് ടവറായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പം നമ്മൾ ഈ താമസിച്ചതും എനിക്ക് തോന്നുന്നു അത്രയും പഴക്കമുള്ള ഒരു ബിൽഡിംഗ് തന്നെയായിരുന്നു. ഇത് ഞങ്ങളുടെ ഒരു നൈറ്റ് ആയിരുന്നു. പിന്നെ വീണ്ടും നെക്സ്റ്റ് ഡേ ആകുന്നു. ഇത് ഡേ 3 ആക്ച്വലി. ഡേ 3 എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എവിടെയൊക്കെ പോകണമായിരുന്നു. ഡേ 3 ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഹാഗിയ സോഫിയ, ബ്ലൂ മോസ്ക്, പിന്നെ ഗലാട്ട ടവറിൻ്റെ തൊട്ടടുത്ത് നമ്മൾ സ്റ്റേ ആയതുകൊണ്ട് ഞങ്ങൾ ഗലാട്ട ടവർ കണ്ടായിരുന്നു, ഉറങ്ങിയതും എഴുന്നേറ്റതും എല്ലാം. സോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ഡേ 3 ഞങ്ങൾ നേരെ പിന്നെ പോയത് ഹാഗിയ സോഫിയ, അവിടുന്ന് ബ്ലൂ മോസ്ക്, ഇതൊക്കെ അടുത്തടുത്ത് വരുന്ന സ്പോട്ടുകളാണ്. എന്ത് ക്യൂട്ടല്ലേ കാണാൻ ഈ ഗലാട്ട ടവർ എന്ന് പറയുന്നത്. ഭയങ്കര കിടുവായിരുന്നു.
പിന്നെ ഇവിടുത്തെ നമ്മുടെ ടർക്കിഷ് ഐസ്ക്രീം അതൊരു മസ്റ്റ് ട്രൈ തന്നെയാണ്. എസ്പെഷ്യലി ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഈ ചെക്കനെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമായിരുന്നു. ആ ചെക്കന് അനന്തുവിനെയും ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ചെക്കനെയും ഭയങ്കരമായിട്ട് നല്ല രസമായിരുന്നു. അവൻ്റെ ആ ഒരു അപ്രോച്ചും നിങ്ങൾക്കത് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. സോ അതും ഒരു നല്ലൊരു കുറച്ച് ഫണ്ണി മൊമെൻറ്റ്സ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇവൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് അവൻ്റെ ഒരു ഐഡിയ ഒന്നും ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റിയില്ല. പക്ഷെ വേറെ കടയിലൊക്കെ ഞങ്ങൾ കയറിയപ്പോൾ അവിടെയുള്ളവരായിട്ടൊക്കെ നല്ല നല്ല കമ്പനിയായി. ശരിക്കും നമ്മൾ അവിടുത്തെ കൾച്ചറും അവിടുത്തെ ആളുകളായിട്ടൊക്കെ നമ്മൾ കുറേയൊക്കെ ഇടപെടുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു നാടിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റത്തുള്ളൂ. ആ ഒരു കൾച്ചർ ഇഷ്ടപ്പെടണം, അവരുടെ ലൈഫ് സ്റ്റൈൽ നല്ലതായിരുന്നു. നല്ല വൈബ് ആളുകളായിരുന്നു. ഞങ്ങൾ അവിടെ പരിചയപ്പെട്ടവരൊക്കെ അങ്ങനെയായിരുന്നു. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു സമയം ഒരു 4-5 മണിയായിട്ടുണ്ട്. അല്ല, 6 മണിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ നേരെ ഒന്ന് റൂമിൽ പോയി ഫ്രഷായിട്ട് വീണ്ടും ഞങ്ങളൊന്ന് ഇറങ്ങി നേരെ ടക്സിം സ്ക്വയറാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്കത് കാണാനായിട്ട്. അതായത് ടക്സിം ടണൽ, അതിലെനിക്ക് കയറണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ അതിന് എന്തെങ്കിലും നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു കാർഡ്, അതായത് ഈ ഓയിസ്റ്റർ കാർഡ് അതുപോലത്തേക്ക് എന്തെങ്കിലും ഒരു കാർഡ്, ആ ഒരു പാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൽ കയറായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ അതില്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്കത് കണ്ടുപോകാനേ നമുക്ക് പറ്റുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ സ്റ്റോപ്പ് പ്രോപ്പർ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഒരു 15-20 അരമണിക്കൂറോളം ഞങ്ങൾ അവിടെ ആ തണുപ്പത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്കത് മിസ് ചെയ്തു. പക്ഷെ എന്തായാലും കണ്ട് ഞാനത് എൻജോയ് ചെയ്തു. ദാറ്റ്സ് ഫൈൻ. പിന്നെ നമ്മൾ ആ ടക്സിം സ്ക്വയറിൽ നിന്ന് അവിടെ നിന്ന് നടന്ന് തന്നെയാണ്, നമ്മളൊരു 10-15 മിനിറ്റ് നടന്നപ്പോൾ തന്നെ നമ്മൾ നേരെ വീണ്ടും നമ്മൾ ഗലാട്ട ടവർ എത്തി. അങ്ങനെ അവിടെ കുറച്ച് സ്ട്രീറ്റ് കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് ഓരോ എന്താ പറയാനാ പർച്ചേസൊക്കെ ചെയ്തു. പിന്നെ അവിടുത്തെ ഒരു സ്ട്രീറ്റിലൊരു ഷോപ്പിൽ കയറി കുറച്ച് ഇസ്താൻബുൾ സുവനിയറൊക്കെ നമ്മൾ മേടിച്ചു. അതിനുശേഷം എന്തായിരുന്നു, കുറച്ച് സ്ട്രീറ്റ് മ്യൂസിക്കും ഒക്കെ ആയിട്ട് ആ ഒരു നൈറ്റ് ഞങ്ങൾ അവിടെ എക്സ്പ്ലോർ ചെയ്തു. ഇത് നമ്മുടെ ഡേ 4 ആണ്. അതായത് ഞങ്ങൾക്ക് എത്ര മണിക്കായിരുന്നു ഫ്ലൈറ്റ്? ഒരു 5 o'clock എന്തായിരുന്നു ഫ്ലൈറ്റ്, ഡേ 4 ഈവനിങ്. അപ്പോൾ ഞങ്ങൾക്ക് അതിന് മുന്നേ തന്നെ നമുക്ക് ചീസ് കേക്ക് ഒരു മസ്റ്റ് ട്രൈ ആണല്ലോ. ഗലാട്ട ടവറിൻ്റെ ഫ്രണ്ടിലിരുന്ന് നമുക്കൊരു ചീസ് കേക്ക് കഴിക്കുക. അപ്പോൾ എനിക്കിതിലൊക്കെ അങ്ങനെ വീഡിയോ എടുക്കണം, എനിക്ക് കഴിക്കണം, എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അത് അവളെടുത്തിട്ടുണ്ട്, അഞ്ജിത എടുത്തു, അവളത് ട്രൈ ചെയ്തു, ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്തു ആക്ച്വലി. കാരണം ഇതൊന്നും കഴിക്കല, അവിടുത്തെ ടർക്കിഷ് ഐസ്ക്രീം കഴിക്കണം, ചീസ് കേക്ക് കഴിക്കണം, എന്തൊക്കെ കഴിക്കണമെന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും ഒരു കൊതി വരുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ മധുരം എന്ന് പറയാനായിട്ട് ഇങ്ങനെ ഡെസേർട്ട് ഫാൻ അല്ല ഞാൻ. അപ്പോൾ എനിക്കതൊന്നും കഴിക്കാൻ തോന്നിയില്ല. പക്ഷെ എന്നാലും ഒരു സ്പൂണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. നേരെ നമ്മൾ യാത്ര തിരിച്ചു. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1:30 മണി എന്തോ ആയി, 2 മണിയൊക്കെ ആയി. നേരെ നമ്മൾ യൂബർ എടുക്കുന്നു. യൂബർ എടുത്ത് ഞങ്ങൾ ബൈ ടു ഗലാട്ട ടവർ. അങ്ങനെ നമ്മൾ ഇസ്താൻബുൾ എയർപോർട്ടിൽ എത്തുന്നു. പിന്നെ അടുത്ത ടെൻഷനാണ്.
അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഇതൊക്കെ, അവിടെ വേറെ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഫ്ലൈറ്റ് കയറുന്ന അത്ര നമുക്കൊരു ടെൻഷൻ കാണുമല്ലോ അവിടുത്തെ ഓരോ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിറങ്ങുന്നവരെ. സോ അതായിരുന്നു ഇവിടുത്തത്. പിന്നെ ഇതിൽ ഒരു ഹാപ്പി ഫേസ് കാണാം, കാരണം നേരെ നമ്മൾ ലണ്ടനിലല്ല എത്തുന്നത്, നേരെ നമ്മൾ ആംസ്റ്റർഡാമിലായിരുന്നു. കണക്റ്റിംഗ് ഫ്ലൈറ്റായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ KLM ആയിരുന്നു ഫ്ലൈറ്റ്. അവിടെ നിന്ന് നേരെ നമ്മൾ ആംസ്റ്റർഡാമിലെത്തി. അവിടെ നമുക്ക് 45 മിനിറ്റ്സ് ലേ ഓവർ ആയിരുന്നു. അവിടെയും നമുക്ക് സെക്യൂരിറ്റി ചെക്കിന് ഞങ്ങളെ പിടിച്ച് സെപ്പറേറ്റ് ആയിട്ട് അതായത് അവർക്ക് എന്തൊക്കെയോ ചെക്ക് ചെയ്യാനുണ്ടെന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് 45 മിനിറ്റുള്ള നേരെ അടുത്ത് നമ്മുടെ ഫ്ലൈറ്റ് കയറാൻ പോകണം. അപ്പോൾ അവിടെയും കുറച്ച് സ്റ്റക്കായി ഞങ്ങൾ. അങ്ങനെ പക്ഷേ എന്തോ ഞങ്ങളുടെ രണ്ടാമത്തെ ഫ്ലൈറ്റ് ഇച്ചിരി ഡിലേ ആയിരുന്നു. അങ്ങനെ അതങ്ങ് കവർ ചെയ്തു. അങ്ങനെ ആ ഒരു ഡേ എന്നിട്ടും എനിക്ക് എൻ്റെ ഇസ്താൻബുളിൽ സ്റ്റിൽ എൻ്റെ മൈൻഡിലുണ്ട്. എനിക്കതങ്ങടെ വിട്ടു പോയിട്ടില്ലായിരുന്നു ആ ഒരു ഡേയ്സ്, മെമ്മറീസ്, ആ ഒരു ഗുഡ് മൊമെൻറ്റ്സ്. അങ്ങനെ അതങ്ങനെ കഴിഞ്ഞു. വേറെന്താ, അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ആ ഒരു 4 days ഇസ്താൻബുൾ ടർക്കി ട്രിപ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെ എൻ്റെ കുറച്ച് റാൻഡം എൻ്റേതായിട്ടുള്ള കുറച്ച് വീഡിയോസും ഫോട്ടോഷൂട്ടും കുറച്ച് ക്ലിപ്സ് ഞാൻ സേവ് ചെയ്തിട്ടുള്ള ക്ലിപ്സ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇനി അടുത്തൊരു ട്രിപ്പ് വരുന്നവരെ വെയിറ്റ് ചെയ്യത്തില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടാൻ ഞാൻ നോക്കും. പക്ഷെ പ്രോപ്പർ ഒരു കണ്ടൻറ്റ് കിട്ടാത്തത് കൊണ്ടിട്ടാണ്, വെറുതെ എപ്പോഴും ഒരേ കണ്ടൻറ്റ് ഇട്ട് വെറുപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. സോ അത്രയേ ഉള്ളൂ. സോ സീ യു അഗെയിൻ.